മനുഷ്യനെയും ജീവിതത്തെയും പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച ആദ്യത്തെ സാഹിത്യരൂപം നോവലാണ്. പലരും പറയുന്നത് ഇത് ഭാവനാത്മകമായ ഒരു ഗദ്യകഥയാണ് എന്നാണ്. നിർവചിക്കാൻ ശ്രമിക്കുന്തോറും സങ്കീർണമാകുന്ന വ്യതിയാന വൈഭവം നോവലിനുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സൂക്ഷ്മാർത്ഥത്തിൽ ആഖ്യാനത്തിൻ്റെ കലയാണ് നോവൽ എന്ന് മാത്രം പറഞ്ഞു വെക്കാനാണ് ശ്രമിക്കുന്നത്. നോവലിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. യൂറോപ്യൻ നവോത്ഥാന കാലത്തിൻ്റെ ഉൽപ്പന്നമാണ് നോവലുകളെന്ന് നോവൽ ചരിത്രവുമായി ബന്ധമുള്ളവർക്കെല്ലാം അറിയാം. ആഗോളീയമായ ഒരു മുഖം നോവലിന് അവകാശപ്പെട്ടതാണ്. പക്ഷേ എക്കാലത്തെയും ഏത് രാജ്യത്തെയും ഏതു ഭാഷയിലെയും നോവലുകൾ പ്രാദേശികമായ അനുഭവങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്ന കാഴ്ചകളാണ് നോവൽ സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരു പ്രദേശത്തെ മനുഷ്യർ, അവരുടെ ജീവിത രീതികൾ, ആചാരവിശ്വാസങ്ങൾ, ഭൂപ്രകൃതി എന്നിവയ്ക്കെല്ലാം വിശേഷമായ പ്രാധാന്യവും ശ്രദ്ധയും ഏത് കാലത്തും ഏതു ഭാഷയിലെ നോവലിലും കാണാനാകും എന്നത് സവിശേഷതയാണ്. യൂറോപ്യൻ നോവലുകളിൽ, ലോകത്തിലെ എല്ലാ നോവലുകളിലും ഒപ്പം മലയാളത്തിലെ ശ്രദ്ധേയമായ നോവലുകളിലെല്ലാം ഈ ചരിത്രത്തിൻ്റെ യാത്ര അനുസ്യൂതം നമുക്ക് കാണാനാകും. ചില പ്രദേശങ്ങൾ, ആലപ്പുഴയും ചേർത്തലയും ബോംബെയും ഡൽഹിയുമെല്ലാം നമ്മുടെ മനസ്സിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ പതിഞ്ഞ് അതിൻ്റെ സാധ്യതകളിലേക്ക്, അവസ്ഥകളിലേക്ക്, അതിൻ്റെ വ്യത്യസ്തമായ മാനങ്ങളിലേക്കൊക്കെ നമ്മുടെ ചിന്തയെ കൊണ്ടുപോയത് പ്രധാനമായും നോവലുകൾ ആ നാടുകൾക്ക് വഴിവെട്ടി തുറന്നതോടെയാണ് എന്ന യാഥാർത്ഥ്യവും നമുക്കെല്ലാം അറിയാം. ഈ അറിവിന് പുറമെ ഈ നോവലിൻ്റെ പ്രാദേശികതയെക്കുറിച്ച് കൂടുതൽ പഠന ഗവേഷണങ്ങൾ ഒട്ടേറെ നടന്നിട്ടുണ്ട്. ദേശത്തിൻ്റെ കഥ എന്നത് മലയാളത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു നോവലിൻ്റെ പേര് മാത്രമല്ല എന്നും എല്ലാ നോവലുകൾക്കും ചേരുന്ന സാമാന്യ നാമമാണ് എന്ന അർത്ഥത്തിലേക്കും നോവലിൻ്റെ പ്രാദേശികതയെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ ചെന്നെത്തുകയാണ്. പ്രാദേശിക നോവലുകളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഗവേഷകനാണ് ബെന്റ്ലി എന്ന് പറയുന്നയാൾ. അദ്ദേഹം പറയുന്നത്, പ്രദേശത്തിന് നോവലിൽ സവിശേഷമായ ഊന്നൽ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ജീവിതത്തിൽ കാണാതെ കടന്നുപോയതിനെ, ഓർത്തിരിക്കേണ്ടതിനെ, മനുഷ്യവംശത്തിന് തിരിച്ചറിവുകൾ സമ്മാനിക്കുന്നതിൻ്റെ ഒക്കെ അടയാളപ്പെടുത്തൽ നോവൽ അറിഞ്ഞോ അറിയാതെയോ സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ഭാഷയുടെ സവിശേഷതകൾ, അതുപോലെ തന്നെ പ്രാദേശികമായ സവിശേഷതകൾ, മനുഷ്യവംശത്തിൻ്റെ വ്യത്യസ്തമായ ജീവിത വ്യവസ്ഥകൾ ഒക്കെ പ്രാദേശികമായ അവതരണങ്ങളിലൂടെ നോവൽ സാധ്യമാക്കുന്നു എന്നാണ് ആ ഗവേഷകൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ മലയാളത്തിൽ നോവൽ സാഹിത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടേറെ അടയാളങ്ങൾ നമുക്ക് കണ്ടെത്താനാകും. മലയാളത്തിലെ പ്രമുഖരായ നോവലിസ്റ്റുകൾ അത്തരം യാത്രകളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ആ യാത്രകൾ അനുസ്യൂതം ഇപ്പോഴും മലയാളത്തിൽ തുടരുകയാണ്. അതിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് ഈ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ 3 പ്രിയപ്പെട്ട നോവലിസ്റ്റുകൾ. കാസർഗോഡ് ബാരാഗ്രാമമാണ് അംബികാസുധൻ മാങ്ങാടിൻ്റെ ജന്മദേശം. തെയ്യങ്ങളുമായി, ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹിക ജീവിത കാഴ്ചകളുമായി, അനുഭവങ്ങളുമായി, അതിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുമായി നേരിട്ട് വലിയ ബന്ധമുള്ള ഒരു ജീവിതകാലമാണ് അദ്ദേഹത്തിൻ്റേത്. എന്മകജയും മരക്കാപ്പിലെ തെയ്യങ്ങളും മാക്കമെന്ന പെൺതെയ്യവും ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ. ഈ നോവലുകൾ വ്യത്യസ്തമായ സഞ്ചാരങ്ങൾ സാധ്യമാക്കുന്നുണ്ട്. പക്ഷേ ആ സഞ്ചാരത്തിലെല്ലാം പൊതുവായി തെയ്യം ഒരു അനുഭവമായി, ഒരു സാക്ഷിയായി, ഒരു വികാരമായി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടിച്ചമർത്തപ്പെട്ടവരോട്, തകർക്കപ്പെട്ടവരോട്,
പീഡിതരോട്, ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവരോടൊക്കെയുള്ള ഐക്യപ്പെടലാണ് അദ്ദേഹത്തിൻ്റെ നോവൽ എന്നതാണ് ഏറ്റവും വലിയ സവിശേഷതയായി പറയാനാകുന്നത്. PF തോമസിൻ്റെ അടിയാളപ്രേതം എന്ന നോവലിന് 2020 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിക്കുന്നു. ചാവ് നിലം, ഇരുട്ടിൽ ഒരു പുണ്യാളൻ, കടലിൻ്റെ മണം, അതുപോലെ തന്നെ 2004 എഴുതിയ കാണായ്മ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ. 5 നോവലുകളാണ് അദ്ദേഹത്തിൽ നിന്ന് മലയാളിക്ക് ലഭ്യമായിട്ടുള്ളത്. ഇരുട്ടിൽ ഒരു പുണ്യാളൻ എന്നത്, കടലിൻ്റെ മണം, അതുപോലെ തന്നെ കാണായ്മ. ഈ നോവലുകളും തിരക്കഥയും അതുപോലെ തന്നെ കഥകളും എഴുതുന്ന എഴുത്തുകാരനാണ് PF മാത്യൂസ്. കുട്ടിസ്രാങ്ക് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം. 2009 ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ആ സിനിമയുടെ തിരക്കഥ എഴുതിയതിന്, അതിൻ്റെ തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം ലഭ്യമായിട്ടുണ്ട്. ശ്രീ മാത്യൂസിൻ്റെ ആഖ്യാന ശൈലിയും പ്രമേയ സ്വീകരണവും തികച്ചും വ്യത്യസ്തമാണ്. കടലിൻ്റെ മണം എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ, കടലുമായി അതിന് വലിയ ബന്ധമില്ല, പേര് കടലിൻ്റെ മണം എന്നാണ്. കടലിൻ്റെ മണം എന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലിൻ്റെ ആമുഖ പഠനത്തിൽ അൻവർ അലി പറയുന്നത് മാത്യൂസ് എഴുതുന്നതിൽ ഒരു കൊച്ചിത്തമുണ്ട് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു നോവലിൽ മാത്യൂസിൻ്റെ എസ് ഹരീഷ് അദ്ദേഹത്തിൻ്റെ നോവലുകളെ നിരീക്ഷിച്ചുകൊണ്ട് പറയുന്നത് കൊച്ചിയിലെ ജീവിതവും മിത്തുകളുമായി അഭേദ്യമായ ബന്ധമുള്ള എഴുത്തുകാരനാണ് ശ്രീ PF മാത്യൂസ് എന്നാണ്. സത്യത്തിൽ PF മാത്യൂസിൻ്റെ 5 നോവലുകൾ പരിശോധിച്ചാലും ആ നോവലുകളുടെ ആന്തരശ്രുതിയായി നിൽക്കുന്നത് എസ് ഹരീഷിൻ്റെ നിരീക്ഷണമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്, പ്രധാന കഥാപാത്രങ്ങൾക്ക് പുറമെ കഥയെ നിരീക്ഷിക്കുന്ന മറ്റൊരാഖ്യാതാവ് അത് എഴുത്തുകാരനായോ ചരിത്രകാരനായോ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നതാണ്. വായനക്കാരുമായി സൂക്ഷ്മമായി സംവദിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളെല്ലാം പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമ്മളോടൊപ്പമുള്ള ശ്രീ രാജീവ് ശിവശങ്കർ 11 വർഷത്തിനിടെ 20ഓളം നോവലുകൾ മലയാളത്തിന് സമ്മാനിച്ച പ്രശസ്തനായ എഴുത്തുകാരനാണ്. 20 നോവൽ എന്ന് പറയുമ്പോൾ സാമാന്യം വലിപ്പമുള്ള 20 നോവലുകളാണ് അദ്ദേഹത്തിൻ്റേതായി മലയാളത്തിന് ലഭ്യമായിട്ടുള്ളത്. രാജീവ് ശിവശങ്കറിൻ്റെ പുസ്തകങ്ങൾക്ക് സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ ഗംഭീരമായ അഭിപ്രായമാണ് ലഭ്യമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, നോവലുകൾ പരിശോധിക്കുമ്പോൾ 20 പുസ്തകങ്ങൾ 11 വർഷത്തിനിടയിൽ 20 നോവലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഓരോ നോവലിലും ആഴത്തിലുള്ള ഗവേഷണം സാധ്യമാക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു എഴുത്തുകാരൻ്റെ നേട്ടമായി പറയാതിരിക്കാൻ കഴിയില്ല. ആത്മസംഘർഷങ്ങളുടെ ആവിഷ്കാരം മുതൽ അതീന്ദ്രിയങ്ങളുടെ വിസ്മയലോകങ്ങൾ വരെ, പുരാണ പുനരാഖ്യാനങ്ങൾ മുതൽ ക്രൈം ത്രില്ലറുകൾ വരെയും, വിശദമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഇഴകീറിയുള്ള പരിശോധനകൾ മുതൽ വെള്ളിത്തിരയിലെ മായിക കഥകൾ വരെ സജീവമായി ചടുലമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചില കലികാലം, പോര്, തമോവേദം, പ്രാണസഞ്ചാരം, സത്യം, റബേക്ക, പടം തുടങ്ങിയവയാണ് അതിലെ ചില നോവലുകൾ. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ കൃതി സ്വയം സംസാരിക്കുന്നു എന്ന കൃത്യമായ ആത്മവിശ്വാസം അദ്ദേഹം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പുസ്തകത്തിനും ഒരു പഠനമോ ആമുഖക്കുറിപ്പോ ഉള്ളടക്ക വിശദീകരണമോ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറിപ്പോ കൊടുക്കാൻ കൂട്ടാക്കാത്ത ഒരു നോവലിസ്റ്റാണ് അദ്ദേഹം എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ നോവലുകളുടെ സവിശേഷമായ ഒരു വിഭാഗമാണ് പുനരാഖ്യാന കൃതികൾ. ഇതിഹാസങ്ങളിൽ നിന്ന് പുനരാഖ്യാന പ്രസക്തമായ അടരുകൾ അടർത്തി മാറ്റി
അതിനെ വർത്തമാനകാല ജീവിതസന്ധികളിൽ സ്ഥാപിച്ച് വളരെ മനോഹരമായ ഇതിവൃത്തങ്ങൾ നിർമ്മിക്കുന്നതിൽ അസാധാരണമായ വൈഭവം രാജീവ് ശിവശങ്കർ പുലർത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. ഇത്തരത്തിൽ നാട്ടുവഴികളുടെ ജീവിത കാഴ്ചകളെ, സംഭവങ്ങളെ, അനുഭവങ്ങളെ നോവലിൽ ആവാഹിച്ച് വെളിച്ചമാക്കി പ്രകാശം പരത്തിയവരാണ് ഈ 3 എഴുത്തുകാരും. തങ്ങളുടെ പ്രാദേശിക അനുഭവത്തെ, പകർത്തലുകളെക്കുറിച്ച്, അവ പ്രാദേശികത തങ്ങളുടെ എഴുത്തിനെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ച് H.G. വെൽസ് പറഞ്ഞതുപോലെ എഴുതിക്കഴിഞ്ഞ നോവൽ വെടിവെച്ചിട്ട സിംഹത്തെ പോലെയാണ്. ആ വേട്ടക്കാരൻ്റെ മാനസിക അവസ്ഥയെക്കുറിച്ച് വളരെ കൃത്യമായി ഇവർ 3 പേരും സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്നാണ് കരുതുന്നത്. ആദ്യം ഞാൻ പ്രിയപ്പെട്ട മാങ്ങാടിനെ ക്ഷണിക്കുകയാണ്. നോവലിൻ്റെ നാട്ടുവഴികൾ. നടക്കാൻ നാട്ടുവഴികളില്ലാതായി തീർന്നിരിക്കുന്നു. 1.5 മണിക്കൂർ നേരം സ്കൂളിലേക്ക് നടന്നുപോയ വഴികളൊക്കെ ഇന്ന് മതിലുകൾ കെട്ടി അടച്ചിരിക്കുന്നു. വീട്ടുമുറ്റത്ത് വാഹനം വരികയും സ്കൂളിലേക്ക് പോകുന്ന, സ്കൂളിന് മുമ്പിലിറങ്ങുന്ന കുട്ടികളിൽ നിന്നും പ്രകൃതി മാറ്റപ്പെട്ടിരിക്കുന്നു. വരാനിരിക്കുന്ന നോവലുകളിൽ നാട്ട് വഴികളുണ്ടാകുമോ എന്നറിയില്ല. ഞങ്ങൾ എഴുതിപ്പോന്നിട്ടുള്ള കൃതികളിൽ നിറയെ നാട്ടനുഭവങ്ങൾ, പ്രാദേശിക അനുഭവങ്ങൾ ഉണ്ട്. 1/4 നൂറ്റാണ്ടിന് മുമ്പ് എഴുതിയ മരക്കാപ്പിലെ തെയ്യങ്ങൾ എഴുതുമ്പോൾ മരക്കാപ്പ് എന്നൊരു ഗ്രാമത്തെ എഴുതുക മാത്രമല്ല, നേരത്തെ എസ് കെ പൊറ്റക്കാടിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു. നവോത്ഥാന നായകർ നോവൽ എഴുതുമ്പോൾ അവർക്ക് സ്ഥലകാലങ്ങൾ പറയാനുള്ള വിഷയത്തിൻ്റെ പശ്ചാത്തലമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം പറയാനാണ് പ്രാദേശിക ചരിത്രത്തെ കൂട്ടുപിടിക്കുന്നത്. ചെറുകാട് പറയുന്നത് പോലെ തൻ്റെ മുരിങ്ങച്ചുവട്ടിൽ നിന്നും ലോകത്തെ കാണുന്നത് പോലെ, മുരിങ്ങച്ചുവട്ടിൻ്റെ താഴോട്ടല്ല നോക്കുന്നത്, ലോകത്തേക്കാണ് നോക്കുന്നത്. എങ്ങനെയാണ് ആഗോള സാമ്രാജ്യത്വത്തിൻ്റെ സാമ്പത്തിക പ്രത്യയശാസ്ത്രം ടൂറിസത്തിലൂടെ ഊരു ചുറ്റുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മരക്കാപ്പിലെ തെയ്യങ്ങൾ എഴുതുന്നത്. അല്ലാതെ അവിടുത്തെ തെയ്യത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല എന്ന് വായനക്കാർക്കറിയാം. എന്മകജെ എന്നൊരു നോവൽ എഴുതുമ്പോൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കർണാടകത്തോട് മുട്ടി നിൽക്കുന്ന ഒരു ഗ്രാമത്തെ പകർത്തുമ്പോൾ, അവിടെയുള്ള മിത്തുകളെ പകർത്തുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് രാസകീടനാശിനി എങ്ങനെ ലോകത്തെ മുഴുവൻ ഗ്രസിക്കുന്നു എന്നുള്ളതും, എന്മകജെ എന്നുള്ളത് ഒരു ഗ്രാമത്തിൻ്റെ പേരല്ല, ലോകത്തിലെ എല്ലാ ഗ്രാമങ്ങളുടെയും പേരാണ് എന്ന് പറയാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലോക്കലായി നിന്നുകൊണ്ട് ഗ്ലോബലായിട്ട് മാറുന്ന വിഷയങ്ങളെ അവതരിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. ഈ പുതിയ 2 മാസം മുമ്പ് ഇറങ്ങിയ അല്ലോഹലൻ എന്ന നോവലിലും ഞാൻ ശ്രമിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലെ കഥയാണ് പറയുന്നതെങ്കിലും അത് 14-ാം നൂറ്റാണ്ടിലെ കഥയല്ല എന്ന് നോവൽ വായിക്കുന്ന എല്ലാവർക്കും അറിയാം. ജാതി എന്ന് പറയുന്ന ഒരു നൃശംസതയെ നമ്മുടെ സ്ഥൂല അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റങ്ങൾ കൊണ്ടും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നീക്കങ്ങൾ കൊണ്ടുമൊക്കെ നമ്മൾ സ്ഥൂലതലത്തിൽ നിന്നും നമ്മുടെ ജാതിയെ ഉന്മൂലനം ചെയ്തിട്ടുണ്ടെങ്കിലും സൂക്ഷ്മതലത്തിൽ ജാതി അതിൻ്റെ വേരുകൾ മുഴുവൻ നമ്മുടെ ഉള്ളിൽ ആഴ്ത്തി നിൽക്കുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ഉടനെ സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് ജാതിയായിരിക്കും. കല്യാണത്തിനായാലും തെരഞ്ഞെടുപ്പായാലും എവിടെയായാലും ജാതി കാണാമറയത്ത് ഉണ്ട്. ഈ ജാതി എന്ന് പറയുന്നൊരു വലിയ വിഷയത്തെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാമെന്നല്ല, അതിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം എന്നുള്ള നിലയിൽ അതിനുതകുന്ന തെയ്യങ്ങൾ, പൊട്ടൻ തെയ്യത്തെ പോലെയുള്ള തെയ്യങ്ങൾ എടുത്തുകൊണ്ട് അതിനെതിരെയുള്ളൊരു വലിയ പ്രതിരോധമോ എന്നുള്ള നിലയിൽ നോവൽ എഴുതാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മാക്കം എന്നുള്ള നോവലിൽ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ കൃതികളിലെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രാദേശികമായ അനുഭവങ്ങളെ എങ്ങനെ ഗ്ലോബലായിട്ടുള്ള അനുഭവങ്ങളാക്കി മാറ്റാം, അത് സാർവദേശീയമായിട്ടുള്ളതും സാർവകാലികവുമായിട്ടുള്ള അനുഭവങ്ങളാക്കി മാറ്റാം എന്നുള്ള ഒരു ആലോചനയാണ് ഞാൻ ചെയ്യുന്നത്. ലോകത്തെവിടെയും പ്രാദേശികതയിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ആദ്യകാല നോവലുകളെല്ലാം തന്നെ വളരെ പ്രാദേശികമായ നോവലുകളാണ്.
ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു ദർശനം, ഒരു ആന്തരിക ദർശനം അതിനുണ്ടാകുമായിരിക്കാം. എന്നാലും അതിൻ്റെ കാലുകൾ പ്രാദേശികതയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്കറിയാം, ഇന്ദുലേഖ ഒരു ലക്ഷണയുക്തമായ നോവലാണ് എന്ന് പറഞ്ഞ് ഉയർത്തിയപ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെടുകയുണ്ടായി. ഉദാഹരണത്തിന് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം അത്രയ്ക്കേറെ ചർച്ച ചെയ്യപ്പെട്ടില്ല. അതിന് കാരണം അംബികാസുധൻ പറഞ്ഞതുപോലെ ജാതീയതയാണ്. സരസ്വതി വിജയം കീഴാളനെ കൂടി ഉൾക്കൊള്ളിക്കുന്ന ഒരെഴുത്തായിരുന്നു. ഈ പ്രദേശത്തിൻ്റെ ആ കീഴാളത്വം കൂടി അതിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ദുലേഖയിൽ അതില്ല. ആ ഇടത്തരം സംസ്കാരമാണ് കേരളത്തിൽ ശരിക്ക് പടർന്നു പിടിച്ചത്. ഈ പ്രാദേശികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഇടത്തരം മനുഷ്യരുടെ ജീവിതം ചിത്രീകരിക്കാനാണ് പലപ്പോഴും മലയാളത്തിലെ നോവലുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന നല്ലൊരു വിഭാഗങ്ങളുണ്ടായിരുന്നു. ഇതിൽ ആ വിഭാഗങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഈ കാലത്തെ അഡ്രസ്സ് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത എല്ലാ മാധ്യമങ്ങളും കൊഴിഞ്ഞു പോകും. നമുക്കിനിയൊരു മികച്ച ആട്ടക്കഥ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കാലത്തെ അഡ്രസ്സ് ചെയ്യാൻ ആ മാധ്യമത്തിന് കഴിയാതെയായി. പക്ഷേ നോവലിന് സാധിക്കും. അപ്പോൾ അത്തരം ചില ചിന്തകളിലൂടെയാണ് ഈ നോവൽ എഴുത്തിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ എഴുതി തുടങ്ങുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചുറ്റിനും ഒരു സവർണതയുടെ ആഘോഷമാണ് കാണുന്നത്. തറവാട്ട് സാഹിത്യം വളരെ ശക്തമായി നിന്നിരുന്ന കാലത്താണ് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ നമുക്കൊരു സ്വഭാവമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ശക്തമായി നിലവിലുള്ളതിനെ പിന്തുടരുക എന്നുള്ളൊരു സ്വഭാവം നമുക്കുണ്ട്. എഴുത്തിലും അത് പിന്തുടർന്നിരുന്നു. എന്തൊരു സിനിമകളിൽ പോലും വള്ളുവനാടൻ ഒരു സവർണ സ്വഭാവമുള്ള ഭാഷ തന്നെയാണ് ദീർഘകാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി ഭാഷ സംസാരിക്കുന്ന ഒരു ടെലിവിഷൻ സീരിയൽ 93 ഞാൻ എഴുതിയപ്പോൾ മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു തിരക്കഥാകൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതൊരിക്കലും വർക്കാകില്ല. കാരണം കൊച്ചി ഭാഷ പറയുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അത് ഒഴിവാക്കി ഒരു മാനക ഭാഷയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഈ മാനക ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു വികാരവുമില്ലാത്ത ഒരു സംഭവമാണത്. അപ്പോൾ അതിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ 93 മിഖായിലിൻ്റെ സന്തതികൾ എഴുതുമ്പോൾ ആ സമയത്ത് ഞാൻ ചാവുനിലം എന്ന് പറഞ്ഞ കൃതി എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാവുനിലം എഴുതുമ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്നത് കൊച്ചി സംസാര ഭാഷയാണ്. എന്നാൽ ഭൂപ്രകൃതി മുഴുവനായും കൊച്ചിയുടേതല്ല താനും. അതിനൊരു സർറിയൽ സ്വഭാവം ഉണ്ടായിരുന്നു. അതിലെ തുരുത്ത്, വെള്ളത്തിന് നടുവിലുള്ള തുരുത്തിൽ ഒരു തുള്ളി വെള്ളം കിട്ടില്ല. അതിലൊരു കിണർ കുത്തിയാൽ ആത്മാക്കളാണ് കയറി വരുന്നത്. ചാവുനിലം എന്നുള്ള നോവലിൽ അങ്ങനെയായിരുന്നു അത്. അപ്പോഴും അതിലെ ഭാഷ കൊച്ചി ഭാഷയായിരുന്നു. കൊച്ചിയിലെ ലത്തീൻ ക്രിസ്ത്യാനികൾ എന്ന ഒരു കീഴാള വിഭാഗം സംസാരിക്കുന്ന ഭാഷയായിരുന്നു. അതിനും ഒരു ചരിത്രമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 1906 വാര്യത്ത് ജോറി പീറ്റർ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ പരിഷ്കാര വിജയം എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അത് ഈ കൊച്ചി സംസ്കാരവും ആ പ്രാദേശികതയും അതിൽ ലത്തീൻ ക്രിസ്ത്യാനികളുടെ സംസാര ഭാഷയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോവലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോഞ്ഞിക്കര റാഫി ഈ ധാരാളം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വർഗ്ഗദൂതൻ ഗംഭീര നോവലാണ്. അത് ആദ്യമായിട്ട് ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിൽ എഴുതിയ ഒരു നോവൽ കൂടിയാണ്. പക്ഷേ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടില്ല അത്. കാരണം അന്നൊക്കെ ഒരു സവർണതയുടെ അടയാളമായ നോവലുകളാണ് വായിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അതായിരുന്നു ഒരു നടപ്പ് രീതി, അതായിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് ഒരു ചുളുങ്ങിയ കൊച്ചി ഭാഷ വരികയും അതിൻ്റെ ഒരു സംസ്കാരം വരികയും അതിൻ്റെ കൊള്ളരുതായ്മകൾ ഞാൻ പറയുന്ന അതിൻ്റെ കുറവുകൾ പരിഹരിക്കാനാണ് പരിഷ്കാര വിജയം എന്ന് പറഞ്ഞ നോവൽ എഴുതിയത്. 1924 തോന്നുന്നു ആദ്യത്തെ മദ്യവിരുദ്ധ നോവൽ മലയാളത്തിലുണ്ടായി. ത്രസ്യാമ എന്നാണ് അതിൻ്റെ പേര്. ത്രേസ്യാമ എന്നല്ല, ത്രസ്യാമ. ആ നോവല് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ചില കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. ആ കാലഘട്ടം നോവൽ തുടങ്ങുന്നത് അങ്ങനെയാണ്. സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നോവലുകളാണ് എഴുതപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ പരിഷ്കരണം ഒരു ലക്ഷ്യമേ ആയിരുന്നില്ല.
എൻ്റെ ഒരു ആവിഷ്കാരം മാത്രമായിരുന്നു. എൻ്റെ ഈ ചാവുനിലം എഴുതുമ്പോൾ എൻ്റെ ആവിഷ്കാരം മാത്രമായിരുന്നു. അതിലൂടെ ഒരു കഥ പറയണമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഈ കഥയില്ലാതെ ആഖ്യാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് എങ്ങനെ ഒരു നോവൽ എഴുതാം എന്നുള്ളൊരു ആലോചനയുണ്ടായിരുന്നു. പക്ഷേ അതിൽ വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിൽ നോൺ ലീനിയർ ആയിട്ടാണെങ്കിലും അതിലൊരു കഥ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എഴുതിയ 2015 എഴുതിയ ഇരുട്ടിൽ ഒരു പുണ്യാളൻ എന്ന നോവലാണെങ്കിൽ അതിലൊരു കുഞ്ഞുമാക്കോതയുണ്ട്. പറയ സമുദായത്തിൻ്റെ പുരോഹിതനായ കുഞ്ഞുമാക്കോത. ഈ കുഞ്ഞുമാക്കോതയുടെ വികാരങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് കച്ചവടം നടത്തിയ കറുത്ത വർഗ്ഗക്കാരനും അവൻ്റെ പിന്തുടർച്ചയുള്ള ആളുകൾക്കും മനസ്സിലാകാതെ പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഈ ഗ്ലോക്കൽ എന്ന് പറഞ്ഞ പ്രയോഗം അംബികാസുധൻ പറഞ്ഞത്. ലോക്കൽ ഗ്ലോബലായി മാറുന്നത് അങ്ങനെയാണ്. അതായത് മനുഷ്യൻ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള എല്ലാ വികാരങ്ങളും ലോകത്തിൽ ഒന്ന് തന്നെയാണ്. അതിൽ എഴുതപ്പെടുന്ന ശക്തിയേറിയ ആവിഷ്കാരങ്ങൾ ലോകത്തിൽ എവിടെയും വായിക്കപ്പെടാനുള്ള സാധ്യതയുള്ളതാണ്. അതിൻ്റെ സൗന്ദര്യമൂല്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അനുഭൂതികളെ എത്രത്തോളം ആവിഷ്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് നമ്മുടെ ചിന്തകൾ മുഴുവനും അതിൻ്റെ ആശയത്തിലേക്ക് പോകാൻ തുടങ്ങി. അതിൻ്റെ പോളിറ്റിക്സ് മാത്രം കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതൊരു അപകടകരമാണ് എന്നെനിക്ക് തോന്നി. അതായത് ഒരു മാധ്യമത്തെ തള്ളിക്കളയുകയും അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കും ഒരു ആശയം പ്രഘോഷിക്കാനും വേണ്ടിയിട്ടൊരു നോവൽ പറയുക എന്ന ഒരു മട്ടിലേക്ക് മാറുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ഒരു നോവലിൻ്റെ വികാസം ഏറെക്കുറെ സ്തംഭിച്ച ഒരു പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ആനന്ദ് എഴുതി തുടങ്ങുന്നത് വരെ മലയാളി വായിച്ചത് മുഴുവനും പ്രാദേശിക നോവൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ച് വന്ന ഒരു മഹാനായ സഞ്ചാരി നമുക്ക് എഴുത്തുകൂട്ടത്തിലുണ്ടായിരുന്നു, എസ്.കെ. പൊറ്റക്കാട്. അതേ ഈ ലോകമെല്ലാം ചുറ്റി സഞ്ചരിച്ച് വന്നിട്ടും തിരിച്ചു വന്ന് എഴുതിയത് ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ ഒക്കെയാണ്. അല്ലാതെ റഷ്യയിൽ ഞാൻ കണ്ട സുന്ദരിയും ഓൾഗ നദിയിലെ വിപ്ലവമൊന്നും ആയിരുന്നില്ല. അതിനർത്ഥം ചവിട്ട് നിൽക്കുന്ന മണ്ണാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ്. നമ്മൾ കണ്ട മനുഷ്യർ, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ തൊട്ടറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ എവിടെ പോകുമ്പോഴും ഇത് നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊരു മനുഷ്യൻ നല്ലവനാണ് എന്ന് പറയുന്നത് നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും നന്മകൾ നമ്മൾ മനസ്സിലും തൂക്കി നോക്കിയിട്ടാണ്. ഈ ചന്ദ്രൻ എത്ര വലിപ്പം എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ അതുവരെ കണ്ട ചന്ദ്രൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്തിട്ടാണ്. ഇപ്പോൾ എല്ലായ്പ്പോഴും അബോധപരമായ ഒരു താരതമ്യം, ഒരു കമ്പാരിസൺ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കാളിദാസൻ കണ്ട ചന്ദ്രനെ തന്നെയാണ് നമ്മളും കാണുന്നത്. പക്ഷേ അത് ഇലക്ട്രിക് ലൈൻ ഇടയിൽ കൂടെയാണ് നമ്മൾ കാണുന്നത്, അല്ലെ ജനാലക്കമ്പികൾക്കിടയിലൂടെയാണ്. അത് നമ്മുടെ നിലപാടുകളെയും നമ്മുടെ എഴുത്തിൻ്റെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യത്തെ നോവൽ 2013 ഞാൻ വളരെ വൈകി എഴുതി തുടങ്ങിയ ഒരാളാണ്. 2013 ആദ്യത്തെ നോവൽ എഴുതുന്നത് തമോവേദമാണ്. ആ തമോവേദത്തിനകത്തെ എല്ലാ സംഭവങ്ങളും എൻ്റെ നാട്ടിൽ സംഭവിച്ചത് തന്നെയാണ്. പക്ഷേ ഞാൻ ജീവിച്ചിരുന്ന കാലത്തല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് പല പഴമകളിൽ നിന്ന് കേട്ട് അറിഞ്ഞ് എടുത്ത ഒരു കഥയാണ്. രണ്ടാമത്തെ നോവൽ കൽപ്രമാണ് വരുന്നത്. എൻ്റെ നാട്ടിലെ അതിരിങ്കൽ അല്ലെങ്കിൽ കൂടൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പാറമട ഒരു ഗ്രാമത്തെ മൊത്തം വിഴുങ്ങുന്ന കഥ. നാട്ടിലെല്ലാവർക്കും ക്യാൻസർ വരുന്നു, ഭൂമാഫിയ സ്ഥലങ്ങൾ മൊത്തം വാങ്ങിച്ചു കൂട്ടുന്നു, നാട്ടുകാർക്ക് ഒഴിയേണ്ടി വരുന്നു. ആ ദുരന്തം നമ്മൾ ഒരു നോവലാക്കി മാറ്റുകയായിരുന്നു. ഈ പി.എഫ്. മാത്യൂസൊക്കെ കൊച്ചിത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഭാഷയിലൊരു പിടുത്തം എനിക്കില്ല. ഞാൻ ഒരു നോവൽ ആവശ്യപ്പെടുന്ന ഭാഷയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. തമോവേദം എഴുതിയ ഒരു ഭാഷയിലേ അല്ല ഞാൻ കൽപ്രമാണത്തിന് ശ്രമിക്കുന്നത്. അത് എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു വെല്ലുവിളി എന്നുള്ളതിലേക്ക് കൂടിയാണ്. പക്ഷേ ഈ കാഴ്ച, നമ്മുടെ നിലപാട്, ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന കോന്നി എന്ന് പറയുന്ന സാങ്കല്പികമായ ഞാൻ പഴുക്ക എന്നൊരു ഗ്രാമമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടൊരു നോവലിൽ, മറ്റൊരു നോവൽ കാവതി എന്നൊരു ഗ്രാമമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുള്ള മനുഷ്യരെയൊക്കെ അവിടേക്ക് പറിച്ചു നേടുകയാണ്. ഭാഷയിൽ പക്ഷേ ഞാൻ ആ പറയുന്നത് പിടുത്തമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇടക്കാലത്ത് 2016 ശങ്കരാചാര്യരുടെ ജീവിതത്തെ ആസ്പദമാക്കി മറപൊരുൾ എന്നൊരു നോവൽ എഴുതിയിരുന്നു. അപ്പം മറപൊരുളിനകത്ത് നമ്മൾ സാധാരണ വർത്തമാനകാല ജീവിതത്തിലെ ഇമേജുകളോ ഭാഷയോ ഒന്നും പാടില്ല. അത് സാത്വികമായ ഒരു കഥയാണ് പറയുന്നത്, 16-ാം നൂറ്റാണ്ടിലെ കഥയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഷയിലും എല്ലാം ഇത് കുറഞ്ഞു കളഞ്ഞ ഒരു പഴയ ഭാഷയിലേക്ക് നമ്മൾ പോയിട്ടാണ് അത് എഴുതിയത്. പക്ഷേ ആ നോവൽ എഴുതി പൂർത്തിയായി കഴിഞ്ഞ് എനിക്ക് പുതിയൊരു കഥയോ ഒരു സാമൂഹ്യ നോവൽ എഴുതാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ വളരെയധികം വിഷമിച്ചു പോയി. ആ ഒരു വിഷമം മുതലാക്കിയാണ് ഞാൻ രണ്ടാമത് കലിഭാഗം എന്ന് പറഞ്ഞ നോവൽ എഴുതിയത്. കലിഭാഗം കലിയുടെ കാഴ്ചപ്പാടിൽ ദമയന്തിയുടെ കഥയെ കാണുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞൊരു ബ്രേക്ക് എടുത്ത് ഈ ഭാഷ പൂർണ്ണമായും കുടഞ്ഞു കളഞ്ഞ് തികച്ചും പൂർണ്ണമായ ഒരു ഭാഷയിൽ എഴുതിയതാണ് പെണ്ണരശ എന്ന് പറഞ്ഞ നോവൽ. എൻ്റെ വായനക്കാരിൽ കൂടുതൽ പേരും ഭാഷാപരമായ ഒരു വലിയ വിപ്ലവം നടന്നൊരു പുസ്തകം പെണ്ണരശാണെന്ന് പറയും. അപ്പോൾ അതിനർത്ഥം എനിക്ക് സ്വന്തമായ ഒരു ഭാഷ ഇല്ല എന്ന് തന്നെയാണ്. ഞാൻ വിഷയം ആഗ്രഹിക്കുന്ന ഭാഷയിലേക്ക് എന്നെ പറിച്ചു കളയാൻ ശ്രമിക്കുകയാണ്.
ചിലത്തൊക്കെ വിജയിച്ചിട്ടുണ്ടാകാം, ചിലത്ത് വിജയിക്കാതിരുന്നുണ്ടാകാം. പക്ഷേ എങ്കിലും ലോകത്ത് എവിടെയും ഒരു കഥ ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് മുമ്പേ അംബികാസുമങ്ങാട് മാഷ് പറഞ്ഞ പോലെ എൻ്റെ മുരിങ്ങച്ചോട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ലോകത്തെ കാണുന്നത്. അത് നമ്മുടെ ഒരു എഴുത്തുകാരൻ്റെ പരിമിതിയും കൂടിയാണ് ഒരർത്ഥത്തിൽ. ഈ പഴയ കാലത്തു നിന്ന് ഇപ്പം പുതിയ കാലങ്ങൾ മാറിയെന്ന് ഞാൻ പേര് പറയാതെ നിങ്ങൾക്കറിയാം. ചില നോവലുകൾ, മലയാളികളില്ലാത്ത നോവലുകൾ മലയാളത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. മലയാളികളില്ലാത്ത ഭൂപ്രദേശങ്ങളിൽ നിന്ന് നോവൽ സബ്ജക്റ്റുകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കാലം മാറുമ്പോൾ ഈ പറഞ്ഞ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നതിൻ്റെ മറുവശം കൂടി സംഭവിക്കുന്നുണ്ട്. ലോകത്തെ എവിടുത്തെയും കഥ നമ്മുടെയും കഥയായി മാറുന്നു. അംബികാസുധൻ മങ്ങാടിനെ പ്രചോദിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം പരിസ്ഥിതിയാണ്. ആവാസ വ്യവസ്ഥയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത കൂറാണ് എൻ്റെ എഴുത്ത് എന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ചുറ്റുപാടിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്ത ജീവിതവും മനുഷ്യരുടെ പരിസ്ഥിതി അവബോധവും തമ്മിലുള്ള ബന്ധത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പരിസ്ഥിതി മാത്രമല്ല, മറ്റു പല വിഷയങ്ങളും ഞാൻ ആവർത്തിച്ചെഴുതുന്നുണ്ട്. കൂട്ടത്തിൽ രണ്ട് മത്സ്യങ്ങൾ പോലെ, നീരാളിയൻ പോലെ, ചിന്നമുണ്ടി പോലെ പരിസ്ഥിതി കഥകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവാൻ നോവലുകളും. പരിസ്ഥിതി, ഞാൻ നേരത്തെ ഇവിടെ ആഗോളതാപനം എന്നൊരു വിഷയമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് 3 കിലോമീറ്റർ അപ്പുറത്ത് ഒലീവ് റെഡ്ലി എന്ന കടലാമകൾ മുട്ടയിടാൻ വരുന്ന സ്ഥലത്ത് പതിവായിട്ട് ഞാൻ പോകാറുണ്ടായിരുന്നു. എൻ്റെ കുറേ ശിഷ്യന്മാരാണ് അവിടെ കടലാമ മുട്ടകൾ സംരക്ഷിക്കുന്നതും മുട്ട വിരിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കടലിലേക്ക് വിടുന്നതും. ഒരു തവണ ഞാൻ മനസ്സിലാക്കുന്നു, ചൂട് കൂടിക്കഴിഞ്ഞാൽ, സയൻറ്റിസ്റ്റുകൾ വന്ന് പഠനം നടത്തിയിട്ട് പറയുന്നത്, ചൂട് കൂടിക്കഴിഞ്ഞാൽ 29 ഡിഗ്രി സെൽഷ്യസ് വരെയാണെങ്കിൽ പ്രായണ മുട്ടകൾ ആൺകുഞ്ഞുങ്ങളായും 34 ഡിഗ്രി സെൽഷ്യസ് വരെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ പ്രായണ പെൺകുഞ്ഞുങ്ങളായും വിരിയും. ആമ മുട്ടകൾ അങ്ങനെയാണ്, ചൂടനുസരിച്ചിട്ടാണ് ആണോ പെണ്ണോ ആയി മാറുന്നത്, മറ്റ് ജീവികളെ പോലെ അല്ല. ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 34 ഡിഗ്രി സെൽഷ്യസും കടന്ന് ചൂട് പോവുകയാണെങ്കിൽ ഈ മുട്ടകൾ മുഴുവൻ ചീഞ്ഞു പോകും. അത് കേട്ടിട്ട് എനിക്ക് വലിയ അസ്വാസ്ഥ്യമായി. അസ്വാസ്ഥ്യപ്പെടേണ്ട കാര്യം സാധാരണ മനുഷ്യർക്കില്ലെങ്കിലും 200 കോടി കൊല്ലം മുമ്പ് ഉദയം ചെയ്തൊരു ജീവി വർഗത്തെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന ആഗോള താപനം ഇങ്ങനെ ഇല്ലാതാക്കുകയാണ്. അപ്പം അതിൻ്റെ അടുത്ത പടിയിൽ മനുഷ്യനുണ്ട്. അതാണ്, മനുഷ്യനെക്കുറിച്ചുള്ള ശ്രദ്ധയാണ് എൻ്റെ പരിസ്ഥിതി എഴുത്ത് എല്ലാം. കാരണം മറ്റു ജീവജാലങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ മനുഷ്യന് നിലനിൽക്കില്ല. അത് സിയാറ്റിൽ മൂപ്പൻ തന്നെ പറയുന്നുണ്ട്, മൃഗങ്ങളില്ലാതെ മനുഷ്യൻ എന്താണ്. അത് വിശദമായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മൃഗങ്ങളില്ലാതെ എല്ലാ മൃഗങ്ങളും പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനും പിന്നാലെ പോകും, ഒന്നും അവശേഷിക്കുകയില്ല. അപ്പം മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. എല്ലാത്തരം അധിനിവേശങ്ങൾ, അക്കേഷ്യ പോലെയുള്ള അധിനിവേശങ്ങളെ ഒക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് പെന്മകജ എന്നൊരു നോവൽ എഴുതുമ്പോൾ കാസർഗോട്ടെ 10,000 മനുഷ്യർ മരണമടയുമ്പോൾ 1000 കുഞ്ഞുങ്ങൾ, നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്ന എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ കൺമുമ്പിൽ മരണപ്പെട്ടു പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പും ഒരു കുഞ്ഞ് 22 വയസ്സുള്ള സഹാന എന്ന് പറയുന്നൊരു കുട്ടി മരണപ്പെടുന്ന സമയത്ത് തൊട്ടുമുമ്പ് ആശുപത്രിയിൽ 2-3 മണിക്കൂർ നേരം ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ആ വീട്ടിൽ ഞാനുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ കൂടെ സ്നേഹവീട്ടിൽ കഴിയുന്ന 20ഉം 25ഉം വയസ്സുള്ള കുട്ടികൾ ചോദിക്കുന്നത്, സഹാന ഉറങ്ങുന്നത് കുറേ സമയമായല്ലോ, വിളിക്കുക എന്നാണ്. അവരോട് എന്താണ് ഉത്തരം പറയുക? 20 വയസ്സുള്ള കുട്ടികളാണ് ചോദിക്കുന്നത്, സഹാന കുറേ നേരമായില്ലോ ഉറങ്ങുന്നത്, വിളിക്കൂ. മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ആംബുലൻസ് കയറ്റുമ്പോൾ വേറൊരു കുട്ടി ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, സഹാന എവിടെ കൊണ്ടുപോകുന്നു? പള്ളിയിലേക്കാണ്. അപ്പം എൻ്റെ കൂടെ നിന്ന് മനുഷ്യൻ പറഞ്ഞു പള്ളിയിലേക്ക് കൊണ്ടുപോകാണ്. അപ്പോൾ ആ കുട്ടിക്ക് വലിയ സമാധാനമായി. ഓ, പള്ളിയിലേക്കാണോ, നല്ല സ്ഥലത്തേക്കാണല്ലോ കൊണ്ടുപോകുന്നത്, കബറടക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് ആ കുട്ടികൾക്ക് അറിയില്ല. അപ്പം ഇങ്ങനെ നമ്മൾ മാനസികമായിട്ട് തകർത്ത് കളയുന്ന ഒരു വിഷയത്തിൻ്റെ കൂടെ 25 കൊല്ലം സമരത്തിൻ്റെ കൂടെ നിന്ന ഒരാളെന്നുള്ള നിലയിൽ ആ പുസ്തകം എഴുതില്ല എന്ന് തീരുമാനിച്ച അവസാനം എഴുതേണ്ടി വരുന്നത് ആ സമരത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് എഴുതി കഴിഞ്ഞിട്ട് ഇനി ജീവിതത്തിൽ നോവൽ എഴുതില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും 10 കൊല്ലം നോവൽ എഴുതാതിരിക്കുകയും ചെയ്ത ആളാണ്. പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനൊരു വിചിന്തനം, വീണ്ടും വിചാരമുണ്ടായിട്ട് നോവൽ എഴുതാൻ പതുക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഒരു വിഷയം എന്നുള്ളത് എനിക്ക് പരിസ്ഥിതി ഒരു വിഷയമല്ല, അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ഗ്രാമത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, അത് എന്മകജ എന്നുള്ളതൊരു ഗ്രാമത്തിൻ്റെ പേരല്ല, അത് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളുടെയും പേരാണ്. അത്രമാത്രം. മരക്കാപ്പും അതുപോലെ തന്നെ ഒരു 1000 കോടിയുടെ ഒരു ടൂറിസം പദ്ധതി വരുന്ന സമയത്ത്
എൻ്റെ മനസ്സിൽ ഉദയം ചെയ്ത ഒരു വിഷയമാണ്. അതായത് ഒരു 4 സെൻറ്റ് മണ്ണ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ടൂറിസത്തിൻ്റെ കുത്തൊഴുക്കിൽ തൻ്റെ 4 സെൻറ്റ് മണ്ണ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഉമ്പിച്ചി എന്ന് പറയുന്ന ഒരു സ്ത്രീ നടത്തുന്ന പോരാട്ടത്തിൻ്റെ പരാജയത്തിൻ്റെയും കഥയാണ് ഈ തെയ്യങ്ങളും എല്ലാം ഒഴുകിപ്പോകുന്ന എല്ലാ ആരൂഢ സ്ഥാനങ്ങളും ഇല്ലാതാവുന്നതിൻ്റെ ഒരു വേദനാജനകമായ ഒരു അനുഭവമാണ് മരക്കാപ്പിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാ നോവലുകളിലും കഥകളിലും പല കഥകളിലും ഈ പരിസ്ഥിതിയെ ഞാൻ എഴുതുന്നത് അത് നമ്മുടെ 2 മത്സ്യങ്ങൾ എന്ന കഥയിൽ അഴകൻ പൂവാലിയോട് പറയുമല്ലോ, ഇത് നമ്മുടെ മക്കളുടെ ഈ ഭൂമി എന്നുള്ളത് നമുക്ക് ജീവിച്ച് വലിച്ചെറിയാനുള്ളതല്ല. ഭൂമി നമ്മുടേതല്ല. സിയാറ്റിൽ മൂപ്പൻ പറയുന്നത് പോലെ നാം ഭൂമിയുടേതാണ് എന്നൊരു പ്രാഥമികമായ തിരിച്ചറിവ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ തൊണ്ടച്ചൻ തെയ്യം, വയനാട്ട് കുലവൻ തെയ്യം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഞാൻ അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, സമയത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട്. ആ തെയ്യം എപ്പോഴും ഉരിയാടുന്ന സമയത്ത് പറയുന്നൊരു വാക്യമുണ്ട്, അരിഞ്ഞു കുടിക്കല്ലേ കറന്നു കുടിക്കേ. പാല് ധാരാളം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അകിടരിയരുത്. അകിടരിഞ്ഞു കഴിഞ്ഞാൽ പാല് കിട്ടില്ല, കുതിച്ചു വരുന്നത് ചോരയായിരിക്കും. അതുകൊണ്ട് കറന്നു കുടിക്കൂ എന്നാണ്. പ്രകൃതിയിൽ നമുക്ക് വേണ്ടതൊക്കെ ഉണ്ട്. മാർക്സും എംഗൽസും ഗാന്ധിജിയൊക്കെ പറഞ്ഞ അതാണ്, നമുക്ക് പ്രകൃതിയിൽ വേണ്ടത്രയുണ്ട്, പക്ഷേ നമ്മുടെ ആർത്തിക്കുള്ളതില്ല. അതാണ് ഇവരൊക്കെ പറയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ തൊണ്ടച്ചൻ തെയ്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അരിഞ്ഞു കുടിക്കല്ലേ കറന്നു കുടിക്കേ എന്നാണ്. ഇതുപോലുള്ള തെയ്യങ്ങൾക്ക് മുമ്പിൽ വണങ്ങി തൊഴുത് നിൽക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ എഴുതാനേ പറ്റൂ. ഈ ഞങ്ങൾ കൊച്ചിക്കാരൊക്കെ വളരെ സാധാരണയായി ഉപയോഗിച്ചു വന്ന ഒരു നാട്ടുഭാഷയുണ്ട്. അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. സാഹിത്യത്തിലെങ്കിലും നാട്ടുഭാഷകളിലേക്ക് തിരിച്ചു പോകുന്നതാണ്, സാഹിത്യത്തിലൂടെ നാട്ടുഭാഷകളിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് PF മാത്യൂസ് എഴുതിയിട്ടുണ്ട്. താങ്കളുടെ ചാവുനിലം, അടിയാളപ്രേതം, ഇരുട്ടിലൊരു പുണ്യാളൻ എന്നീ നോവലുകളിലെല്ലാം പശ്ചാത്തലം മാത്യൂസ് തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ദേശമാണെന്ന് കരുതുന്നു. ഭാവനയിലുള്ള ഈ ദേശവും യഥാർത്ഥ ജീവിത പരിസരവും തമ്മിലുള്ള ബന്ധം എന്താണ്? വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് ഭാവനയിലുള്ള ദേശം തന്നെയാണ്. നോവലിലുള്ളത് ഭാവനയിലുള്ള ദേശമാണ്. അതൊരിക്കലും നമ്മൾ ജീവിക്കുന്ന പ്രദേശമല്ല, കാലമല്ല, മറ്റൊന്ന് നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ ഒരുപാട് വികാരം കൊള്ളേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് വരുന്നത്, ഇപ്പോൾ അംബികാസുധൻ പറഞ്ഞതിൽ നിന്നാണെങ്കിലും ഈ പരിസ്ഥിതിയുടെ മനുഷ്യൻ ഒരുപാട് ഇതിൽ നിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതൊരു ഗ്ലോബൽ വിഷയമാണത്, അതൊരു പ്രാദേശിക വിഷയമല്ല അത്. അതുപോലെ തന്നെ ഈ സാഹിത്യത്തിൻ്റെ ഒരു കാര്യം അത് തന്നെയാണ് തോന്നുന്നത്. അത് അഡ്രസ്സ് ചെയ്യുന്നത് ഒരു വിശ്വമനുഷ്യനെ തന്നെയാണ്. അത് ഒരു പ്രത്യേക ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇനി കാണായ്മ എന്ന് പറഞ്ഞ പുതിയ നോവൽ എഴുതാൻ തുടങ്ങിയപ്പോൾ അതിലൊരു തുരുത്ത് വരുന്നുണ്ട്, ചാവുനിലത്തിലൊരു തുരുത്തുണ്ട്. അത് പക്ഷേ അതിനൊരു മാതൃകയില്ല. ഇതിനൊരു മാതൃക വയ്ക്കാം. മൺട്രോ തുരുത്ത് പോലെ ഏത് നിമിഷവും മാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തുരുത്തിലേക്ക് പോയി അത് പഠിച്ചെഴുതാം എന്നാണ് ഞാൻ തീരുമാനിച്ചത്. അവിടെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു പ്രത്യേക പ്രദേശത്തെ കൃത്യമായി അടയാളപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് തോന്നി ഒരു കൃതിയിൽ. അത് വായനക്കാരനും കൂടി സഹകരിച്ചാണ് ഒരു നോവൽ പൂർത്തിയാകുന്നത് എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. ഒരു എഴുത്തുകാരൻ കൃത്യമായി വരച്ചിട്ട ഒരു കള്ളിയിൽ കൂടെ വായനക്കാരൻ പോകേണ്ട കാര്യമില്ല. അതൊരു സ്പ്രിംഗ് ബോർഡായിട്ട് എടുക്കുകയും അതിൽ നിന്ന് ചവിട്ടി പൊങ്ങുകയുമാണ് വായനക്കാർ ചെയ്യുന്നത്. അത്രത്തോളം സർഗാത്മകതയുള്ളൊരു വായനക്കാരാണ് നോവൽ വായനക്കാർ. അങ്ങനെ ആയിരിക്കണം എന്നുകൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചിത്തം എന്നുള്ളത് ഒരു പുകമറയാണത്. ഇപ്പോൾ ഈ കാണാതായ വാക്കുകളെക്കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം വാക്കുകൾ ഇന്നില്ല. അത് എല്ലാ മനുഷ്യർക്കും അനുഭവമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലുള്ള എല്ലാ ജില്ലകളിലുള്ള മനുഷ്യർക്ക് ഒരു 10-15 വാക്കുകളെങ്കിലും അവരുടെ ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റും. ഇപ്പോൾ കാണാനില്ല. അങ്ങനെയുള്ള അതിനെയാണ് ഈ കാണായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണായ്മ എന്ന് പറയുന്നത് പലതരത്തിലുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ദേശം തന്നെ വേണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ദേശത്തിൻ്റെ ചില ഛായകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പെയിൻറ്റർ ചെയ്യുന്നത് പോലെ ചില ഭാഗങ്ങളാണ് ചില നിറങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അതല്ലാതെ അതിനെ വളരെ റിയലിസ്റ്റിക്കായിട്ട് യഥാതഥമായിട്ട് ഒരു പ്രദേശത്തെ വരച്ചു വെക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ചുരുങ്ങിപ്പോകും എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഒരു വായനക്കാരൻ ഒരു കൃതിയിൽ നിന്ന് ഒരുപാട് കൂടുതൽ വായിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ അതിൽ കുറച്ചൊരു അമൂർത്തത ഉണ്ടായിരിക്കണം. ഒരു ദേശത്തെ അതേപടി പൊറ്റക്കാട്ട് ചിത്രീകരിച്ചതുപോലെ അല്ല ഇന്നിപ്പോൾ ചിത്രീകരിക്കുന്നത്.
ആ ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഉണ്ടെല്ലാം, എല്ലാം കൃത്യമായി വരച്ചു വെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ വായിച്ചെടുക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് മറ്റൊന്ന് സൃഷ്ടിക്കാനായിട്ട് വായനക്കാർക്ക് കഴിയും എന്ന് ഉറപ്പോടുകൂടിയാണ് ഞാൻ എഴുതുന്നത്. കൂട്ടത്തിൽ ഏറ്റവും അധികം നോവലുകൾ എഴുതിയ വ്യക്തിയാണ് ശ്രീ രാജീവ് ശിവശങ്കർ. 2013 ശേഷം ഒരു വർഷം ഒരു നോവലെങ്കിലും എഴുതിയിട്ടുണ്ട്. 2014 3 നോവലുകളാണ് താങ്കൾ എഴുതിയിട്ടുള്ളത്. നിരന്തരമായ എഴുത്ത് നോവലിൻ്റെ അടിസ്ഥാന പ്രശ്നമായ വിശദാംശങ്ങളിലുള്ള ശ്രദ്ധയെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ താങ്കൾ എന്ത് മാർഗമാണ് സ്വീകരിക്കുന്നത്? പിന്നെ ബാഹ്യമായ പ്രദേശമല്ല താങ്കളുടെ നോവലുകളിലുള്ളത്, താങ്കളുടെ ഉള്ള് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇതൊരു അപകടകരമായ ചോദ്യമാണ്. പൊതുവേ ഞാനിങ്ങനെ കൂടുതൽ എഴുതുന്നതുകൊണ്ട് എൻ്റെ നോവൽ ഫാക്ടറി എന്ന് വിളിക്കുന്നവരുണ്ട്. ഞാനത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വിളിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ വൈകി എഴുതി തുടങ്ങി. 2013 എഴുതി തുടങ്ങിയത്. അതിന് മുമ്പ് 82 എനിക്ക് മാതൃഭൂമിയുടെ ചെറുകഥാ മത്സരത്തിൽ സമ്മാനം കിട്ടിയെങ്കിലും പിന്നെ എഴുത്തല്ല, ഞാൻ വായനയായിരുന്നു. എല്ലാവരും പറയും വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എഴുതാൻ നോക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വായന എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുമായിരുന്നു. ഇതുപോലൊക്കെ എനിക്ക് എഴുതാൻ കഴിയുമോ, അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച സബ്ജക്റ്റ് ഇതിനെക്കാട്ടി മനോഹരമായി മറ്റു ചിലർ എഴുതിയേക്കുന്നു. അങ്ങനെ ഓരോ സമയവും നമ്മളിങ്ങനെ എന്നിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2013 ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എഴുതി തുടങ്ങിയതാണ്. പിന്നെ ഈ എഴുത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്ന ഒന്ന് കമ്പ്യൂട്ടറിൽ എഴുതുന്നതിൻ്റെ ഗുണം, പിന്നെ ഒരു പത്രക്കാരനായ നമ്മൾ ഈ മുൾമുനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തും ഒക്കെ ശീലിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു തിടുക്കമുണ്ട്. പിന്നെ നമ്മൾ വൈകി എഴുതി തുടങ്ങിയതുകൊണ്ട് എത്രയും ഒരുപാട് എഴുതാനുണ്ട്, ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ. പിന്നെ ഈ പറയുന്നത് പോലെ പണ്ട് ഓഷോ ഒരു കഥ പറയാറുണ്ട്. ഒരു കുറുക്കൻ ഇങ്ങനെ ഓടി നടന്നപ്പോൾ പെട്ടെന്ന് കാല് തടഞ്ഞ് വീണു, വീണ്ടും എഴുന്നേറ്റ് നടന്നപ്പോൾ വീണ്ടും വീണു. അപ്പോൾ കുറുക്കന് തൊട്ടപ്പുറത്തൊരു അട്ട ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത് കണ്ടു. അപ്പോൾ കുറുക്കന് വലിയ അത്ഭുതം തോന്നി. കുറുക്കൻ ചെന്ന് അട്ടയോട് ചോദിച്ചു, 4 കാലുള്ള ഞാനിങ്ങനെ തടഞ്ഞു വീഴുന്നു, 1000 കാലുള്ള നീ എന്താ വീഴാതെ? നിനക്കറിയാവോ ഏത് കാല ഇടത്ത് ഏത് കാല വലത്തെന്ന്? സത്യം പറഞ്ഞാൽ അട്ട അതിനെപ്പറ്റി അന്ന് വരെ ആലോചിച്ചിട്ടില്ല. ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അട്ട ചുരുളാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ചില പ്രോസസ്സിൽ എങ്ങനെയാണെന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായൊരു ഉത്തരം കിട്ടത്തില്ല. ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പം BF മാത്യൂസോ മാങ്ങാട് മാഷോ പറയുന്ന പോലെ വളരെയധികം പരിസ്ഥിതി ബോധം ഉൾക്കൊണ്ടോ അല്ലെങ്കിൽ ആ ഗ്ലോബൽ വിഷയം അങ്ങനെയൊന്നും ആലോചിച്ചല്ലോ അല്ല എഴുതാറുള്ളത്. ചില നോവലുകൾ ചിലപ്പോൾ ആവശ്യപ്പെട്ട് എഴുതുന്നുണ്ട്. ഇപ്പം മാതൃഭൂമി ആവശ്യപ്പെട്ട് എഴുതിയാണ് സത്യൻ്റെ ജീവിതം പറയുന്ന സത്യം എന്ന നോവൽ. നമ്മളെ നോവലിൻ്റെ സബ്ജക്റ്റ് ആദ്യം ഞാൻ തള്ളിക്കളഞ്ഞൊരു സബ്ജക്റ്റാണ്. പക്ഷേ അത് നൗഷാദ് നിർബന്ധിച്ചപ്പം സത്യൻ്റെ ജീവിതം പഠിച്ചപ്പോൾ വളരെ രസകരമായി തോന്നി, വളരെ കൗതുകകരമായി തോന്നി. അപ്പോൾ അത് എഴുതണം എന്ന് തോന്നി. പിന്നെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നു. അങ്ങനെ 8 മാസം കൊണ്ട് എഴുതി. അതിന് മുമ്പ് എഴുതിയ ഒരു ജീവചരിത്ര നോവൽ ശങ്കരാചാര്യരുടെ നോവലായിരുന്നു മറപൊരുൾ. അത് DC ബുക്സിൽ നിന്ന് ശ്രീകുമാർ ആവശ്യപ്പെട്ട് എഴുതിയൊരു നോവലാണ്. അതും ഈ വേദപഠനവും വേദാന്തവുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ ആ പുസ്തകം എഴുതിയത്. പക്ഷേ അതേസമയം ഞാൻ അല്ലാതെ എഴുതിയ തമോവേദം എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ്റെ കഥയാണ്, വിശ്വനാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തമോവേദവും മറപൊരുളും തമ്മിൽ വളരെ ദൂരമുണ്ട്. ഈ മറപൊരുൾ ഇറങ്ങിക്കഴിഞ്ഞ് എന്നെ ഒരു സംഖ്യയാക്കി മാറ്റാൻ ചില ശ്രമം നടന്നപ്പം അപ്പോഴാണ് ആരോ കണ്ടത് ഈ തമോവേദം എന്നൊരു നോവൽ ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ മറപൊരുളിൻ്റെ പ്രകാശനത്തിന് ഏറ്റിരുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം പോലും അവസാന സമയത്ത് പിന്മാറി. ഇത് എഴുതിയവരാണോ ഇത് എഴുതിയേക്കുന്നത്? അപ്പം ഞാൻ അങ്ങനെ ഉദ്ദേശിക്കാറില്ല. പിന്നെ കുഞ്ഞാലിത്തിര എന്നൊരു നോവലും കുഞ്ഞാലി മരക്കാർ സിനിമ വന്നപ്പോൾ DC ആവശ്യപ്പെട്ട് എഴുതിയതാണ്. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞൊരു ഗവേഷണത്തിൻ്റെ താല്പര്യം, പിന്നെ ഒരേ വിഷയത്തിൽ കിടന്ന് ചുറ്റി തിരിയാതിരിക്കാനുള്ള ഒരു താല്പര്യം, പിന്നെ അത്തരം ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. PF മാത്യൂസാനോടാണ് ചോദ്യം. താങ്കൾ പ്രാദേശിക ഭാഷയും ആ ഒരു ഭാഷാ വഴക്കങ്ങളൊക്കെ തങ്ങളുടെ സാഹിത്യകൃതിയിൽ ഒരുപാട് ഉപയോഗിച്ച ആളാണ്. താങ്കളുടെ 2 മക്കളും ഇന്ന് വളരെ ജനപ്രിയമായ കരിക്ക് എന്ന TV ചാനലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ സൂക്ഷ്മമായി താങ്കൾ ചിലപ്പോൾ അത് നിരീക്ഷിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് പുതിയ തലമുറ ഭാഷയും പ്രാദേശിക ഭാഷാ വഴക്കങ്ങളും ദേശങ്ങളും വാക്കുകളുമെല്ലാം അവരുടെ സൃഷ്ടികളിൽ അടയാളപ്പെടുത്തുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പ്രാദേശിക സംസാര ഭാഷ ഉപയോഗിച്ചപ്പോൾ അങ്ങനെ ചെയ്യരുത്, അത് അപഹാസ്യമായി തീരുമെന്ന് ഒരു വലിയ സംവിധായകൻ എന്നെ ഉപദേശിച്ചിരുന്നു. പക്ഷേ അത് മാറി. പിന്നീട് ഇതൊരു ഒരു സെല്ലിംഗ് പോയിൻ്റായിട്ട് മാറി പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നത്. അത് കൊച്ചി ഭാഷ, ഇപ്പോൾ എല്ലാ സിനിമകളും കൊച്ചി ഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ മക്കൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ പോലും ഈ കൊച്ചി ഭാഷ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് അത് ചെയ്യുന്നത്. അതേതാണ്ട് സത്യനന്ദിക്കാടിൻ്റെ സിനിമ പോലെയാണ്. എല്ലാ ഭാഷകളും, കേരളത്തിലുള്ള എല്ലാ പ്രദേശത്തുള്ള ആളുകളും പലതരത്തിലുള്ള ഭാഷ അതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പ്രാദേശിക ഭാഷ തന്നെ സംസാരിക്കുന്നത്. കാരണം അവർക്ക് വാക്കുകളിലല്ല അവരുടെ പ്രവൃത്തി കിടക്കുന്നത്. അപ്പോൾ ഈ വാക്കുകളിൽ ഒരുപാട് പെടാതെ പോയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എങ്ങനെ വേണമെങ്കിലും പോകാതെ. പക്ഷേ എഴുത്തുകാരനാണ് ഇതിൻ്റെ പ്രശ്നം. ഈ വാക്കുകൾ
ഭാഷ, ഇതൊക്കെ എഴുത്തുകാരൻ്റെ പ്രശ്നമാണ്. വിഷ്വൽ മീഡിയത്തിന് അതൊരു വിഷയമേ അല്ല. അത് ഒരു വരി പോലും പറയാതെ, ഒരു വാചകം പോലും പറയാതെ ഒരു പ്രോഗ്രാം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ചോദ്യം 3 പേരോടുമായിട്ടാണ്. പ്രാദേശികമായ എഴുത്ത്, അതായത് പ്രാദേശികമായി എഴുതുമ്പോൾ ഇപ്പോൾ കാവതിയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ അള്ളടത്തിലേക്കാണെങ്കിലും അല്ലെങ്കിൽ കൊച്ചിയിലേക്കാണെങ്കിലും തെക്കൻ ജില്ലക്കാരനായ എനിക്ക് അതിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഞാനവിടെ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് ആ നോവലിലേക്ക് കൃത്യമായി കടന്നു പോകാൻ കഴിയും. ഇപ്പോൾ അള്ളടത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഭൂപ്രകൃതി, അല്ലെങ്കിൽ കാവതിയിലേക്ക് പോയി കഴിയുമ്പോഴാണ് വിശ്വനാഥൻ്റെ ജീവിതത്തിന് മുന്നിലേക്ക്. അതുപോലെ തന്നെയാണ് അടിയാളപ്രയത്തിലും. എന്തൊക്കെയാണ് ഈ രീതിയിൽ പ്രാദേശികമായി തന്നെ ഈ നോവൽ പ്ലേസ് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ എന്ന വെല്ലുവിളികൾ? കാരണം പ്രാദേശികമായിട്ടല്ല ഇത് വായിക്കപ്പെടുന്നത്, ഇതല്ലെങ്കിൽ കാസർഗോഡോ അല്ലെങ്കിൽ കൊച്ചിയിലോ മാത്രമായിട്ടല്ല വായിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രാദേശികമായി ഇതിനെ പ്ലേസ് ചെയ്യുമ്പോൾ വരുന്ന എഴുത്തുകാരൻ എന്ന നിലയിലുള്ള വെല്ലുവിളി എന്തായിരിക്കും? അല്ലോഹലൻ എന്ന നോവലിൽ ഞാൻ എഴുതുന്നത് കാഞ്ഞങ്ങാട് കേന്ദ്രമായി 14-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്നൊരു നാട്ടുരാജാവിനെയാണ്. അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ തന്നെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ആ രാജാവിലൂടെ ഞാൻ പറയുന്നത് ഒരു പൊതുവിഷയമാണ്. ജാതി എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും അവശേഷിച്ച് നിൽക്കുന്ന ഒരു വിഷയത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതേസമയം കാസർഗോഡിൻ്റെ ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ മരക്കാപ്പ് എന്ന നോവൽ ഞാൻ എഴുതുന്ന സമയത്ത് മുക്കുവരുടെ ഭാഷ പഠിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അവർ സംസാരിക്കുന്നത് ഒളിഞ്ഞ് കേൾക്കുന്ന സമയത്ത് അതേ നാട്ടുകാരനായ എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ആ ഭാഷയിൽ നോവൽ എഴുതിയാൽ ആരും വായിക്കില്ല എന്നെനിക്കറിയാം. അത്രയും കൊളോക്കിയലായിട്ടുള്ളൊരു ലാംഗ്വേജാണ്. അപ്പോൾ നേരത്തെ പി എഫ് മാത്യൂസ് പറഞ്ഞതുപോലെ ഒരു നാടിൻ്റെ ഛായ നിർത്താനും ഭാവനയിൽ നമുക്കൊരു നാടിനെ അള്ളടമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അതിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ കാഞ്ഞിര മരങ്ങളും അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ നെല്ലും ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ഒരു ദേശത്തെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആയിരുന്നു 14-ാം നൂറ്റാണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. 14-ാം നൂറ്റാണ്ടിലെ ഉത്തര കേരളത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളൊന്നും ലഭ്യമല്ല, ഒന്നുമില്ല. പിന്നെ ഉണ്ണുനിലി സന്ദേശം പോലുള്ള പല കൃതികളും തെക്കെന്നുള്ള കൃതികളൊക്കെ നോക്കിയിട്ടും വടക്കുള്ള രാമചരിതമൊക്കെ നോക്കിയിട്ടും ഒക്കെയാണ് അന്നത്തെ ഭാഷയുടെ ചില പ്രത്യേകതകളും വിളകളുടെ പ്രത്യേകതകളും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ചില യാത്രികരുടെ കുറിപ്പുകളൊക്കെ വായിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ ചോദിച്ചതുപോലെ വലിയൊരു റിസർച്ച് വേണ്ടി വരുന്നുണ്ട്. അല്ലോഹലൻ ഞാൻ എഴുതുന്നത് 3.5 വർഷത്തെ കഠിനമായൊരു പ്രയത്നത്തിന് ശേഷമാണ്. ആ സമയത്ത് മറ്റ് വർക്കുകളൊന്നും ചെയ്യാതെ പൂർണ്ണമായിട്ടും ഒരു നോവൽ എഴുതുക എന്നുള്ള നിലയിൽ ഇരുന്നു കൊണ്ട് പ്രസംഗത്തിന് പോലും പോവാതെ. മരക്കാപ്പ് മെന്മക എഴുതുമ്പോൾ ഞാൻ കോളേജിൽ അധ്യാപകനായിട്ട് എല്ലാ പണികളും ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ നോവൽ എഴുതുന്നത്, 2 നോവലുകൾ. പക്ഷേ അല്ലോഹലൻ എഴുതുമ്പോൾ അതിന് വലിയൊരു പശ്ചാത്തല ഒരു വർക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആണ് ഈ അല്ലോഹലിൽ കാസർഗോഡിൻ്റെ എല്ലാ കൃതികളിലും കാസർഗോഡിൻ്റെ ഒരു ഭാഷ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ചിലർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് കാസർഗോഡിൻ്റെ തനി ഭാഷയല്ല, അത് കാസർഗോഡിൻ്റെ ഭാഷയാണ് എന്ന് തോന്നിപ്പിക്കുക ചെയ്യുക, നാട്ടുവാക്കുകളൊക്കെ കുറച്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമ്മളൊക്കെ സി വി രാമൻപിള്ളയുടെ നോവലുകൾ പാഠപുസ്തകങ്ങളിലൂടെയൊക്കെ എത്രയോ കാലമായിട്ട് ഞങ്ങൾ വടക്കുള്ള ആളുകളും പഠിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്, അഭിമാനത്തോടെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ വടക്കുള്ള ആളുകൾ കാസർഗോഡിൻ്റെ ഭാഷയിൽ എഴുതുന്നത് വായിക്കാൻ കേരളത്തിലെ എല്ലാ ജില്ലക്കാരും ബാധ്യസ്ഥരാണ്, നല്ലതാണെങ്കിൽ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഞാനത് കൂട്ടിച്ചേർക്കുക. മാഷ് കൂടുതലും പറഞ്ഞത് ഭാഷയെ പറ്റിയാണ്. വൈശാഖൻ്റെ ചോദ്യം പ്രാദേശികത എന്ന വിഷയം ഭാഷ മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ഗ്രാമങ്ങളിലും ഒരു റൗഡി കാണും, ഒരു വേശ്യ കാണും, ഒരു യക്ഷിക്കഥ കാണും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഒരു കഥ വളരെ പ്രത്യേകത ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഇതെല്ലാവർക്കും അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. അതിനെ നമ്മളൊരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്തെന്നുള്ളത്. അതിപ്പം നമ്മുടെ ഗ്രാമമെന്നോ മറ്റൊരു ഗ്രാമമെന്നോ ഇല്ല. എല്ലാ ഗ്രാമത്തിനും പൊതുവായ ചില വിഷയങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. അതിന് ചേരുന്നൊരു ഭാഷ സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞ് വരികയാണ്. ഈ രാജീവ് സാറിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഈ തമോവേദത്തിലെ വിശ്വനാഥൻ തിരുവിതാംകൂറിലെ കാവതി എന്ന ഗ്രാമത്തിൽ നിന്ന് കൊച്ചിയിലെത്തി സാത്താൻ സേവ ചെയ്യുന്ന ആളാണ്. ഈ സാത്താൻ സേവ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് താങ്കൾ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിശ്വനാഥൻ തിരുവിതാംകൂറിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്നത്? ഈ സാത്താൻ സേവയെ പറ്റിയൊക്കെ എന്നെക്കാട്ടി കൂടുതൽ ആധികാരികമായിട്ട് പറയാനൊക്കെ പി എഫിനായിരിക്കും. ഞാനൊരു 13 വർഷം കൊച്ചിയിൽ ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് സാത്താൻ സേവ കേരളത്തിൽ വളരെയധികം ശക്തമായിരിക്കുന്ന സമയമായിരുന്നു.
അപ്പോൾ അത് കയറി പറ്റാനൊക്കെ വളരെ പ്രയാസമാണ്. നമ്മൾ വിചാരിക്കുന്ന ലെവലിലുള്ള ആൾക്കാരൊന്നുമല്ല അതിൻ്റെ. അവർക്ക് നമ്മളെ ശുപാർശ ചെയ്ത് അവിടേക്ക് കൊണ്ടുപോകാനേ ഒക്കത്തുള്ളൂ, അല്ലാതെ നമ്മൾ ഇടിച്ചു കയറി അതിനകത്ത് പോകാനൊക്കത്തില്ല. വളരെ ഒളിഞ്ഞും പാത്തും അപകടകരമായി കുറേ പത്രത്തിന് വേണ്ടി എടുത്ത കുറേ സാധനങ്ങൾ, അത് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചൊന്നുമില്ല. പക്ഷേ ആ സമയത്തേക്ക് ഈ പള്ളിയിൽ നിന്ന് വീഞ്ഞ് മോഷ്ടിക്കുന്നു, അപ്പം മോഷ്ടിക്കുന്നതും ഒക്കെ വലിയ വിവാദമായി പത്രങ്ങളിൽ വന്നു. അപ്പോൾ അങ്ങനെ നോവലിലേക്ക് നമ്മൾ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ വിശ്വനാഥൻ്റെ കഥ എഴുതാൻ വേണ്ടിയല്ല, നമ്മൾ സാത്താൻ്റെ കഥ പറയാൻ വേണ്ടി വിശ്വനാഥനിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അതിന് തിരുവിതാംകൂറെന്നോ നാടെന്നോ ഒന്നുമില്ല. പിന്നെ ഈ ഓഷോ പറയുന്നത്, ഞാനെപ്പോഴും ഓഷയെ ഒത്തിരിക്കുന്ന ഒരാളാണ്, എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ ഒരു പെൻഡുലം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എത്രയും ഇടത്തേക്ക് പോകാമോ അത്രത്തോളം വലത്തേക്കും പോകാം. അപ്പം നമ്മൾ ഒരു ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ശങ്കരാചാര്യരുടെ ഏറ്റവും അങ്ങേയറ്റത്തൊരു കഥ പറയുന്നു, നാട്ടിൻപുറത്തെ ഏറ്റവും വ്യത്യസ്തമായ ജീവിതം പറയുന്നു, അത് കഴിഞ്ഞ് കൊച്ചി നഗരത്തിലെ മറ്റു ലൈഫ് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു താരതമ്യം, ഇതിനിടയ്ക്കുള്ളൊരു ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ, അതൊക്കെ ചിത്രീകരിക്കാനാണ്. അപ്പം തമോവേദത്തിലൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊച്ചി അവതരിപ്പിക്കുമ്പോൾ ഇരുമ്പുരിയുന്ന മണത്തോടുകൂടിയാണ് കൊച്ചി നമ്മൾ അവതരിപ്പിക്കുന്നത്. ഞാൻ ആദ്യം കണ്ട ഫീൽ അതാണ്. കൊച്ചി ചെല്ലുമ്പോൾ എനിക്കൊരു അന്തരീക്ഷത്തിലെ മണമൊക്കെ ഫീൽ ചെയ്താണ്, യന്ത്രങ്ങളുടെ ഒരു നഗരം എന്നുള്ളത്. അതൊക്കെയാണ് നമ്മുടെ അന്നത്തെ കാഴ്ച. ഒരു പക്ഷേ ഇന്ന് ഞാൻ 10-13 വർഷങ്ങൾക്ക് ശേഷം ആ നോവൽ എഴുതി അങ്ങനെ ആയിരിക്കില്ല തുടങ്ങുന്നത്. കാവതി ഗ്രാമം കോന്നി തന്നെയാണ്, എൻ്റെ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഈ തലയറുത്തുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതൊക്കെ ആ കാലത്തെ വളരെ വിവാദമായ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ആന വളർത്തൽ കേന്ദ്രമുണ്ട്, ആന പിടുത്തമുണ്ട്, അതെല്ലാം കോന്നി തന്നെയാണ്. PF മാത്യു സർ, ഈ മനുഷ്യരുടെ അബോധ മനസ്സിലെ ഗൂഢമായ ചിന്തകളാണ് താങ്കളുടെ നോവലിൻ്റെ ഭാഗങ്ങൾ. ഇപ്പോൾ ലൈംഗികതയെക്കുറിച്ചൊക്കെ താങ്കൾ എഴുതുമ്പോൾ നമുക്ക് ദഹിക്കാത്ത ലൈംഗിക അവതരണങ്ങൾ ചിലപ്പോൾ ആ നോവലുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ ഈ അബോധ മനസ്സിലെ ഗൂഢമായ ചിന്തകളെ എപ്പോഴും നോവലിൻ്റെ വിഷയമാക്കുന്നത്? മിക്കവാറും എല്ലാ നോവലുകളിലും നമുക്കത് കാണാൻ കഴിയും എന്നാണ് തോന്നുന്നത്. നോവല് നമ്മൾ ജീവിതത്തിൽ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എഴുതിയേ പറയാൻ പറ്റുള്ളൂ. ഒരു കലാസൃഷ്ടിയിലൂടെ മാത്രമേ പറയാൻ പറ്റൂ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നോവലായിട്ടോ കഥയായിട്ടോ ഒക്കെ മാറുന്നത്. പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് പറഞ്ഞു തീർത്താൽ മതി. ഇത് പറയാൻ സാധിക്കില്ല. അതൊരു വർക്ക് ഓഫ് ആർട്ടായിട്ട് മാറിയാൽ മാത്രമേ ആ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ അനുഭവം പകരാനാകുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ലൈംഗികത എന്നുള്ള ഒരു സംഭവത്തെ വളരെ ഹിപ്പോക്രസിയോടെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കടലിൻ്റെ പണം എന്നൊരു നോവൽ എഴുതുമ്പോൾ 55 വയസ്സായി പെൻഷനാകാറായ ഒരു മനുഷ്യൻ അന്നേ വരെ ലൈംഗിക സുഖം എന്താണെന്ന് അയാൾ അറിഞ്ഞിട്ടില്ല. അയാൾ ഒരു സ്ത്രീയെ പ്രണയിച്ചിട്ടില്ല, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല അയാൾ ഇത്തരം പ്രായമായിട്ട്. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. കാരണം അയാൾക്ക് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ നല്ല കുട്ടിയായിട്ട് ജീവിക്കണം. അങ്ങനെ ഇരിക്കെ അയാൾക്കൊരു മിസ്ഡ് കോൾ കിട്ടുന്നു. ആ കോളിൻ്റെ പിന്നാലെ പോയിട്ട് ഒരു സ്ത്രീയുടെ വലയിൽ അയാൾ പെട്ടുപോവുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രണയിക്കുന്നു, ജീവിതത്തിൽ ആദ്യമായി ലൈംഗിക സുഖം അറിയുന്നു. അതോടെ അയാളുടെ ജീവിതം കെട്ടുപിണഞ്ഞു പോകുന്നു, അയാളുടെ കുടുംബജീവിതം തകരുന്നു. അപ്പോൾ അയാൾ പോലീസ് പിടിയിലാവുമ്പോൾ അയാൾ ആവശ്യപ്പെടുന്നത്, പെണ്ണ് കേസിൽ അകത്തായി എന്ന് ആരും അറിയരുത്, ഞാൻ കൊലക്കുറ്റം ഏറ്റെടുത്തോളാം എന്നാണ് അയാൾ പറയുന്നത്. അതാണ് ഒരു ടിപ്പിക്കൽ മലയാളിയുടെ മാനസികാവസ്ഥ. കാരണം പെണ്ണ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഈ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും താങ്ങാൻ പറ്റാത്തൊരു മാരകമായ തിന്മയാണ്. പക്ഷെ കൊലപാതകം അല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആ നോവൽ എഴുതിയത്. അപ്പോൾ പലപ്പോഴും ആ നോവൽ മാത്രമല്ല, പല കൃതികളും ഇത്തരത്തിൽ നമുക്ക് നേരെ പറയാൻ പറ്റാത്ത, ഉപദേശിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, അതുകൊണ്ട് പ്രവർത്തിക്കാത്ത പല കാര്യങ്ങളും നോവലിലേക്കാണ് വരുന്നത്. ഇതിൽ പങ്കെടുത്ത മലയാളത്തിൻ്റെ ഇനിയും ഒട്ടേറെ പ്രതീക്ഷയുള്ള 3 എഴുത്തുകാർക്കും നന്ദി. സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.